ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. സമയം 6 മണി കഴിഞ്ഞു. കാന്തല്ലൂരിലെ ഒരു പ്രഭാതം നമ്മൾ കാണാൻ പോകും. എൻ്റെ കൈ വറക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. തണുപ്പ് ഭയങ്കര, എത്ര ഡിഗ്രി തണുപ്പാണെന്ന് പോലും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് ഒരു അരുവി ഒഴുകുന്നുണ്ട്. പിന്നെ കാറ്റടിക്കുമ്പോൾ അന്യായ തണുപ്പാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ ഇല്ലേ ഒരാളുകൾ നിൽക്കുന്ന നോക്കിയാൽ ഈ പ്രോപ്പർട്ടിയിൽ ഉള്ളൊരു ഗുണമെന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ തണുപ്പിനെ ഒന്ന് അകറ്റാൻ വേണ്ടി അതെ കണ്ട, തണുപ്പിനെ അകറ്റാൻ വേണ്ടി അവരെല്ലാ സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ. വേണ്ട ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ എത്തിയായിരുന്നെങ്കിൽ നമുക്കിതൊക്കെ എൻജോയ് ചെയ്യാമായിരുന്നു. ക്യാമ്പ് ഫയറൊക്കെ ഇട്ട് നല്ല സെറ്റപ്പാക്കി തന്നെ അവർ. അപ്പം ഇങ്ങനെ ഇതിൻ്റെ പ്രോപ്പർട്ടിയുടെ ഡിസൈൻ പുറത്തുനിന്നും ലൈൻ കൊടുത്തില്ല കേട്ടോ. അതായത് ഈ ഇലക്ട്രിക് കാറിനൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി അതവിടെ ബോർഡിൽ വെച്ചിട്ടുണ്ട് അവർ. നമുക്കിതിൻ്റെ പുറത്തെ വ്യൂ ഒന്ന് നോക്കാം. എന്നിട്ട് ഞാൻ എന്നിട്ട് എടുക്കാം. എന്നിട്ട് റൂം വ്യൂ കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇനി വരുന്ന ആളുകൾക്ക് അത് ഭയങ്കര എന്താ പറയുക, ഇനി വരുന്ന ആളുകൾക്ക് ഭയങ്കര ഉപകാരമായിരിക്കും ഈ പ്രോപ്പർട്ടി. ഒരു 10-30 പേരുണ്ടെങ്കിൽ പോലും നമുക്ക് സുഖമായിട്ട് അക്കോമഡേറ്റ് ചെയ്യാം അല്ലേ. ഇത് കണ്ടാ എൻ്റെ ഭയങ്കര വെള്ളം ഒഴുകുന്നതിൻ്റെ സൗണ്ട്. ഇതാണ് സ്ഥലം. ഇത് നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങാനുള്ള സ്ഥലമുണ്ട്. ഇറ്റപ്പാ ഉണ്ട്, അങ്ങനെ ഒരു ഇതുണ്ട്. വിറക്കണം. എൻ്റെ പൊന്നു, ഇവരൊക്കെ എങ്ങനെ സൈക്കിളൂട്ടി പോണ് ഈ തണുപ്പത്ത്. എൻ്റെ അമ്മേ, മതിക്കണം. പൊളി പൊളി. തണുപ്പത്ത് ഈ സൈക്കിളും ചവിട്ടിയേ ഒഴുക്ക് കുറവാണ്. പക്ഷെ ആ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ശബ്ദം ഭയങ്കരമായിട്ടുണ്ട്. ഇതൊക്കെ ഇതുപോലത്തെ ഓരോരോ ചെറിയ ചെറിയ പ്രോപ്പർട്ടിയാണ് കേട്ടോ. നമ്മൾ താമസിക്കുന്ന പോലെ ഹോം സ്റ്റേസ് പോലെ സംഭവമാണ്. അപ്പോൾ ഇതൊരു ഗ്രാൻഡ് ഹോം സ്റ്റേ ആണ്. വാട്ടർ എഡ്ജ്. ശരിയാണ്, വാട്ടറിൻ്റെ എഡ്ജിലാണ് ഈ സ്ഥലം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ആ പേരിട്ടേക്കണം. അപ്പോൾ നല്ല പേര് തന്നെയാണ് അവർ സെലക്ട് ചെയ്തേക്കുന്നത്. വെട്ടുകാട് ഫാം സ്റ്റേ ഇൻ കാന്തല്ലൂർ. എൻ്റെ നാക്കൊക്കെ അല്ലാതെ ആകണം നീ. ഒരു രക്ഷയില്ലടാ. അർണവേ ഇല്ല. എന്താടാ പാപ്പ പുതച്ചും കൂടി വന്നടാ. മാൾട്ടിയോ ഏത് ഗ്ലാസ്? ഉണ്ട്. ഡിസ്പോസിബിൾ നോക്കിയിട്ട് കിട്ടിയില്ല. 2 ചില്ല് ഗ്ലാസ് വാങ്ങിച്ച്, അത് മാത്രമേ ഉള്ളൂ. ഇയാളുടെ കിട്ടം മാറിയില്ലേ അത്? ശരി, കേട്ടിട്ടുണ്ട്. ചിറ്റപ്പനെ ഈ വേഷത്തിൽ മീനു കെയർ ടേക്കർ ആക്കി. ദയാ ചേട്ടൻ വന്നത്. നല്ലതാണ്. ചെവിയുടെ ഡെപ്പി അടിച്ചു പോകും പിന്നെ. ആരെ ഇതായി പോവും, തണുത്ത് വിറങ്ങലിച്ച് പോകട്ടോ. എന്നാ പൊക്കോ, പോയിട്ട് വാ. അവര് പോയിട്ട് വന്നു. കമോൺ അർണോ. ക്യാമ്പ് ഫയർ ഇടാനുള്ള സംഭവങ്ങളൊക്കെ അവരുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നേരത്തെ ഒരു 10 മണിക്കൊക്കെ എത്തുകയാണെങ്കിൽ
ചൂട് കാഞ്ഞ് സുഖമായിട്ട് കിടക്കായിരുന്നു. വിറകെടുത്ത് ഇടണം. എന്താണേ ചിക്കൻ 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 എന്താ ചിക്കൻ ഇതിലേക്കും അതിലേക്കും അവിടെ ഗ്യാസ് കൊടുക്കും. ബാബിക്കും കണ്ടാ പൊളിയാണ്. അതിന് തീപ്പെട്ടി ഉണ്ടാ അടുത്ത് അച്ചായി തീപ്പെട്ടി ഉണ്ടാ? ഇടക്കൊന്ന് ചെറുതായിട്ടൊന്ന് വിറക് കത്തിക്കാൻ ചൂട് കായൻ. വിറക് ക്യാമ്പ് ഫയർ മോർണിംഗ് നടത്താൻ പോവാണ് ചിറ്റപ്പനും ചാക്കമണി. മീനുന്റെ ഒക്കെ ഒരു അവസ്ഥ നോക്കി ഈ തണുപ്പ് സഹിക്കാൻ പറ്റാത്തത്. ചിറ്റ പോകുന്നു, ഇല്ലാതിട്ടാട്ട് പോകുന്നു, അച്ഛൻ നിൽക്കുന്നു. വെള്ളച്ചാട്ടത്തിൽ പോയി കുളിക്കണം, അതാ രസം. പൊള്ളിയാണ്, ഭയങ്കര ചൂടാണ്. നിങ്ങട് വാ, നമുക്ക് ജമ്പിയാടി, നല്ല രസമാ. സുനീച്ച് എഴുന്നേറ്റില്ലേ? എവിടെ? എടാ അവിടെ സ്വിച്ച് ഓരോന്ന് ഓഫ് ചെയ്ത് നോക്കാം, പറയാൻ പറ്റും. ആ അതെ, KSRTC ബസ് പോണു ഈ റൂട്ടിൽ. എന്റെ പൊന്നു എന്താ കാറ്റ്! കാറ്റേ കാറ്റ് 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 മൾട്ടി കാറ്റ് വരുന്നു. മൾട്ടിക്ക് തണുക്കണില്ലേ? മൾട്ടി ആദർശ് ഓൺ സ്റ്റേജ്, കം ഓൺ ദി സ്റ്റേജ്. വെള്ളം കുടിച്ചോ. ഓഹോ, അപ്പൊ ക്യാമ്പ് ഫയർ ഇൻ ദ മോർണിംഗ്. വെൽക്കം ടു ക്യാമ്പ് ഫയർ ഹൗസ്. യെസ്, വെൽക്കം ടു ക്യാമ്പ് ഫയർ ഹൗസ്. താങ്ക് യു പറയൂ. ആ ഹായ്, എന്നെയും മാൾട്ടിനെയും കണ്ടോട്ടാ. ഞങ്ങൾ വേറെ ലുക്കിലാണ്, വേറെ ലുക്കിലാണ്. കണ്ടില്ലേ? കണ്ടതേ അർണവ് കൊച്ചിന്റെ കഴുത്ത് ടൈറ്റ് ചെയ്യണം. വലിച്ചാൽ മതി, വലിക്കും. മതി അത്രയും നിൽക്കോളും, അതിലത്രയും നിൽക്കോളും. ആരിപ്പണ്ട് സൂപ്പർ രൂപക്കുട്ടിൽ നിൽക്കുന്ന പോലെ. അതേ കത്തിച്ച് കഴിഞ്ഞു മോനെ ഇവിടെ. ചൂടുണ്ട് കേട്ടാ. അകത്തുള്ള ആളുകൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വാരി എടുത്തോടാ. ആശേ കുറേശ്ശെ എടുക്കാൻ പോളൂ, കുറേശ്ശെ ഇങ്ങോട്ട് നീങ്ങുന്നു. അത് ആഹാ ഇങ്ങോട്ട് പൊളിക്കും. കണ്ടാ 6:45 മണിയായപ്പോഴത്തേക്ക് ക്യാമ്പ് ഫയർ നടത്തുന്നു. അതുണ്ട്. വേമ്പ പെട്ടെന്ന് വാ. ഓ As you
ആ അതെ, കാട് കുലിക്ക് ഒരാൾ വരുന്നുണ്ട്. കൊലകൊല്ലി കൊലകൊല്ലി. അകത്ത അന്തർജനങ്ങളൊക്കെ ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങുക. ഓ ആദർശ് ഇങ്ങ പാടാ. ഓ ആ അതേ സാധനം കിട്ടി, സാധനം കിട്ടി. ആ അതെ, ഏയ് ചീത്തയൊന്നും പറയൂല. ഓടിവാ ഓടിവാ, ഞാൻ വാങ്ങി കിടന്നുറങ്ങ്, രാവിലെ എഴുന്നേൽക്കുന്നു പറഞ്ഞിട്ട്. അടിയിൽ കത്തിക്കാനാ, ചാരം വീഴാൻ വേണ്ടി. പിന്നെ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു ചേച്ചി. ആ ഇപ്പൊന്ന് തണുപ്പൊന്ന് ഇതായിട്ടാ. കുഴപ്പമില്ല. ആ വേഗം വാച്ചാ. പേടിച്ചു പോയി, ആനയാണ് തോർത്തത്. ചുനീച്ചിനെ ആനയാണ് തോർത്ത് പെട്ടത്. ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചത് തലക്കെട്ടും കേട്ടേ ടീഷർട്ട് അമീനെ അടുത്ത് പറഞ്ഞേ, ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചേട്ടാ. അയ്യോ ഇങ്ങ പാടോ, താഴെ എത്ര മണിക്ക് എഴുതേക്കണേ? ആ അല്ലെന്ന് രാവിലെ ഇതിന് മോളിക്കറി ഞങ്ങൾ ഫോട്ടോ എടുക്കും. കുഞ്ഞിന്റെ ഒക്കെ കുഴപ്പമില്ല, അതിൽ പിന്നെ തോറ് തല എടുത്ത് തല കിട്ടുന്നുണ്ടോ. ഇപ്പുറത്തെ ചായ റെഡിയാക്കി ഞങ്ങൾ കെറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ടാക്കി. അപ്പോൾ കെറ്റിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഇവിടെ നിന്ന് നമ്മൾ ചായ ചൂടാക്കി റെഡിയാക്കി വെള്ളം. പക്ഷേ ഇതിൽ ആകെ നമുക്ക് കണ്ടെക്കുന്ന ഒരു ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഹീറ്ററിന് ചൂടുവെള്ളം ഹീറ്റർ വെച്ചിട്ടില്ല. അപ്പോൾ ചൂടുവെള്ളം എങ്ങനെ കിട്ടും എന്നുള്ളൊരു പ്രശ്നത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. കാരണം വെച്ചാൽ അന്യായ തണുപ്പാണ്. അതുകൊണ്ട് നമ്മൾ തീയൊക്കെ ഇട്ട് ഈ സമയത്ത് തീ ആയുന്നത്. അപ്പം അന്യായ തണുപ്പുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുളിക്കൽ കണക്കായിരിക്കും. അങ്ങനെ ഒരു ഗുണമുണ്ട്. ആ എന്നാ പിടിച്ചോ വിത്തൗട്ടാണ്. ഞാൻ ഉണ്ടാക്കിയാൽ തരും. എനിക്ക് പകുതി മതി, അത്രയും വേണ്ട, അത്രയും വേണ്ട. കുറച്ച് അതിലോട്ട് വെച്ചു. പഞ്ചസാരയുണ്ട്, വണ്ടിറാത്താണ്, വണ്ടിറാത്താണ്. ആ നല്ല ഉറക്കമാ. പല്ലേക്ക കുളിക്കണേ കുളിക്കുക. ആ അതെ,
അതെ, പിന്നെ മെഷീനൊക്കെ കുറഞ്ഞ് പയ്യെ ആയിരിക്കും വർക്ക് ചെയ്യണത്, തണുത്തട്ടേ. കെയർ ടേക്കർ ആക്കി ചിറ്റപ്പനെ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു കാന്തല്ലൂരത്തെ മോർണിംഗ് വൈബ്? അപ്പോൾ അവിടുത്തെ തണുപ്പും കാറ്റും അരുവിയും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ക്യാമ്പ് ഫയറും രാവിലെ നടത്തിയ ക്യാമ്പ് ഫയറും എല്ലാം അടിപൊളിയായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യും. അധികം ലെങ്തി ആക്കാൻ താല്പര്യമില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. സീ യു ഇൻ അനദർ വീഡിയോ.